a very good morning to all. Once again, welcome back to my another part of the story. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡ്വഞ്ചേഴ്സിനെ ബാനിയൻ ട്രീ ഡിസ്കസ് ചെയ്ത് വെച്ചു അല്ലെ. അതിന്റെ ചാപ്റ്റേഴ്സിന്റെ മലയാളം മീനിങ്, അതായത് വാട്ട് ഈസ് ദ ചാപ്റ്റർ, എന്താണ് ചാപ്റ്റർ എന്ന് ചോദിക്കും. നമുക്ക് അതിന്റെ ഒരു സ്റ്റോറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിലെ ആക്ടിവിറ്റീസ് ആണ് പഠിക്കാൻ പോകുന്നത്. അഡ്വഞ്ചേഴ്സിനെ ബാനിയൻ ട്രീ എന്നുള്ള ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെറേഷൻ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ 3 കാര്യമാണ് പഠിച്ചത്. എന്താണ്? ഫസ്റ്റ് വൺ, ഞാൻ ആദ്യമേ സ്റ്റോറി എടുക്കുമ്പോൾ പറഞ്ഞത് നമ്മളൊരു സ്റ്റോറി അതായത് ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ നമ്മൾ എന്താണ് ആ സ്റ്റോറിയിലെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് എന്താണ് റൈറ്ററിന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. ദെൻ സെക്കൻഡ് വൺ എന്താണ് 2 ഇൻസിഡൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആ ഫൈറ്റ് സീൻ, ദെൻ ആ വൈറ്റ് റാറ്റിന്റെ ആ ഒരു എക്സ്പ്ലനേഷനുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ആ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, നെറേഷൻ എന്നുള്ളത് അതിൽ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, ആ ഫൈറ്റ് സീനിന്റെ നെറേഷൻ മസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലെ നെറേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെറേഷൻ, ഫൈറ്റ് സീൻ. എങ്ങനെയാണ് ഫൈറ്റ് സീൻ നെറേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഹൗ നെറേറ്റ് ദ ഫൈറ്റ് സീൻ നമുക്ക് നോക്കാം. അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീ അല്ലെ നെറേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നെറേഷൻ എഴുതുമ്പോൾ നമ്മൾ 3 സ്റ്റെപ്പ് ആയിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓഫ് കോബ്ര ആൻഡ് മംഗൂസ്. ഫീച്ചേഴ്സ്, മംഗൂസിന്റെയും കോബ്രന്റെയും ഫീച്ചേഴ്സ് നമ്മൾ ആ ഒരു നെറേഷനിൽ ഉണ്ടായിരിക്കണം. അതിൽ എന്താണ് അവരെ ഫീച്ചേഴ്സ് മസ്റ്റ് ആയിട്ടും ഉണ്ടാകണം. കാരണം നമ്മൾ നെറേഷൻ എഴുതുമ്പോൾ ആ ഒരു സ്റ്റോറിയിൽ ഉണ്ടല്ലേ മംഗൂസ് എങ്ങനെയാണ് മംഗൂസ്, എങ്ങനെയാണ് കോബ്ര എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് കോബ്ര ആൻഡ് മംഗൂസ് ഫസ്റ്റ് നമ്മൾ എഴുതി നോക്കുക. സെക്കൻഡ് വൺ, സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഫൈറ്റ്, അതായത് പ്രിപ്പറേഷൻ ഓഫ് ദ ഫൈറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഫൈറ്റ്. നെക്സ്റ്റ് ഫൈറ്റ് സീൻ അതിലൂടെ നമ്മളത് എൻഡ് ചെയ്യാം. ഫൈറ്റ് സീൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിനൂടെ അത് എൻഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടിനോ നമ്മളൊന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. എന്താണ് ഫീച്ചേഴ്സ് ഓഫ് കോബ്ര ആൻഡ് മംഗൂസ്. ദെൻ സെക്കൻഡ് വൺ എന്താണ് കട്ടിംഗ് ഓഫ് ദ ഫൈറ്റ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ദ ഫൈറ്റ്, അതായത് പ്രിപ്പറേഷൻ എങ്ങനെയാണ് ആ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കുറെ പ്രിപ്പറേഷൻസ് ഉണ്ടായില്ലേ, പ്രിപ്പറേഷൻ ഓഫ് ദ ഫൈറ്റ്. ദെൻ ഫൈറ്റ് സീൻ പറയാം, ആ ഫൈറ്റ് സീനിലൂടെ നമ്മൾ എൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് എന്താണ് നിങ്ങൾ നോക്കിയേ, ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ബാനിയൻ ട്രീ. അവൻ ബാനിയൻ ട്രീ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ആ ഫൈറ്റ് സീൻ തുടങ്ങുമ്പോൾ അവൻ ബാനിയൻ ട്രീയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് കോബ്രയും മംഗൂസും വരുന്നത് കണ്ടല്ലേ. ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ബാനിയൻ ട്രീ അല്ലെങ്കിൽ ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ ബാനിയൻ ട്രീ ആസ് യൂഷ്വൽ എന്ന് ഇരിക്കുന്നത് പോലെ ഞാൻ ബാനിയൻ ട്രീന്റെ മുകളിൽ ഇരിക്കുകയാണ്. ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ബാനിയൻ ട്രീ ആസ് യൂഷ്വൽ. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതുക നെറേഷൻ എഴുതുമ്പോൾ. ദെൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് എഴുതണം, പെട്ടെന്നാണ് പോയി എന്ത് കണ്ടേ, 2 ആളെ കണ്ടതല്ലേ. ആരെയെ കണ്ടത്? കോബ്രേനെയും കണ്ടു, മംഗൂസിനെയും കണ്ടു. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പഠിച്ചു എന്താണ് ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ബാനിയൻ ട്രീ ആസ് യൂഷ്വൽ. നിങ്ങളത് പറഞ്ഞ് എന്റെ കൂടെ തന്നെ റിപ്പീറ്റഡായി പഠിച്ച് നിങ്ങളുടെ മൈൻഡിൽ അതൊന്ന് സെറ്റ് ആക്കി വെക്കണം. ഓക്കെ, കാരണം ഈ ഒരു നെറേഷൻ പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ബാനിയൻ ട്രീ. ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ബാനിയൻ ട്രീ ആസ് യൂഷ്വൽ. സെക്കൻഡ് പോയിന്റ് ആയിട്ട് എന്താണ് പോയിന്റ് ബൈ പോയിന്റ്സ് തന്നെ നിങ്ങൾ പഠിച്ചേക്കും. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മൈൻഡിൽ സെറ്റ് ആയി നിൽക്കുക. അല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് വായിക്കുന്നതിന് പകരം നമ്മൾ പോയിന്റ്സ് ആയി, ഇന്ന പോയിന്റ്സ്, ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, അങ്ങനെ പോയിന്റ് ബൈ പോയിന്റ്സ് ആയിട്ട് പഠിക്കുക. അപ്പൊ ഫസ്റ്റ് പഠിച്ചു. ദെൻ സെക്കൻഡ് എന്താണ് നമ്മൾ മനസ്സിലേക്ക് വന്നു അല്ലേ, പോയി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് 2 ആൾക്കാർ വന്നു അല്ലെ. നമുക്ക് പറയാം suddenly അല്ലെങ്കിൽ at the time a huge black cobra came out from the cactus clump. Okay, at the same time a huge black cobra came out from the cactus clump. Then വേറെന്താ, കോബ്ര മാത്രമാണോ വന്നേ ആ സമയത്ത്? വേറെ ആരാ വന്നേ? and mongoose also emerged from the bushes. കുറ്റിച്ചെടികളിലൂടെ മംഗൂസും അതുപോലെ തന്നെ കള്ളിമുൾ ചെടിയുടെ ഇടയിലൂടെ ആര് വന്നു? കോബ്ര വന്നു അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഈ 2 സീൻ ഒന്ന് ഓർത്തോക്കുക, 2 പോയിന്റ്സ് ഓർത്തോക്കുക. നോക്കുക, ഫസ്റ്റ് പോയിന്റ് എന്താണ് ഹി വാസ് സിറ്റിംഗ് ഓൺ ദ ബാനിയൻ ട്രീ. ദെൻ സെക്കൻഡ് വൺ അറ്റ് ദ ടൈം അല്ലെങ്കിൽ സഡൻലി എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര കെയിം ഔട്ട് ഫ്രം ദ കാറ്റ്കസ് ക്ലബ് and mongoose also emerged from the bushes. മംഗൂസ് ബുഷസിന്റെ ഇടയിലൂടെ വന്നു. 2 പോയിന്റ്സ് പഠിച്ചില്ലേ? They came face to face into clearly beneath the banyan tree. 3ാമത്തെ പോയിന്റ് നമുക്ക് ആ കഥ ഓർമ്മ വരുന്നില്ലേ? 3ാമത്തെ പോയിന്റ് സിമ്പിൾ അല്ലേ? Then 4th one നോക്കിയേ,
two other spectators, a myna and a jungle crow also arrived. Okay, 4 points okay അല്ലേ? അപ്പൊ നമുക്കറിയാം അവർ രണ്ടാളും ഫേസ് ടു ഫേസ് ആയി നിന്നു. ദെൻ നമുക്ക് കൂടുതലൊന്നും ടെക്സ്റ്റ് ചെയ്ത് പറഞ്ഞ് നമുക്ക് എന്താണ് കൂടുതൽ ലെങ്ത് ആക്കി നമ്മളെ കൺഫ്യൂഷൻ ആക്കേണ്ട. 2 ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടാവും. 2 ആൾക്കാർ കാണാൻ വന്നിട്ട് നമുക്ക് അറിയാം ആരൊക്കെയാ? മൈന ആൻഡ് ജംഗിൾ ക്രോ. എന്താ പറയുന്നത്? 2 other spectators, a myna and jungle crow. നെക്സ്റ്റ് ഈ 4 കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഈ 4 പോയിന്റ്സ് നമുക്ക് സിമ്പിൾ അല്ലേ? ആദ്യം എന്താണ് banyan tree ഇരിക്കുന്ന ബോയ്, ദെൻ അറ്റ് ദ സെയിം ടൈം കോബ്രന്റെയും മംഗൂസിന്റെയും അറൈവൽ, ദെൻ നെക്സ്റ്റ് വൺ എന്താണ് അവര് ഫേസ് ടു ഫേസ്, ദെൻ ഫോർത്ത് വൺ എന്താണ് അവര് 2 ആൾക്കാർ കാണാൻ വന്നത് മൈനയും ജംഗിൾ ക്രോ. ഇത്ര ഒരു ഓക്കെ ഇല്ലേ? നെക്സ്റ്റ് ഭാഗം എന്താ പറയുന്നത്? 2ന്റെയും ഫീച്ചേഴ്സ്, മംഗൂസിന്റെയും അതുപോലെ തന്നെ കോബ്രന്റെയും ഫീച്ചേഴ്സ് നമ്മൾ എഴുതാം. സിമ്പിൾ ആണ്, പോയിന്റ് ബൈ സിമ്പിൾ ആണ്, പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക, പോയിന്റ് ബൈ പോയിന്റ്സ് ആയിട്ട് തന്നെ പഠിക്കുക. എന്താണ് മംഗൂസിന്റെ ഫീച്ചേഴ്സ്? എന്താണ് മംഗൂസിന്റെ ഫീച്ചേഴ്സ് നോക്കിയേ? 3 feet long, super fighter, clever and aggressive. 3 feet long, super fighter, clever and aggressive. ഈ 3 പോയിന്റ്സ് പഠിക്കുക. ക്ലെവർ ആൻഡ് അഗ്രസീവ്, സൂപ്പർ ഫൈറ്റർ, ദെൻ 3 feet long. ഓക്കെ, ദെൻ കോബ്രന്റ് നോക്കിയേ. ഇത് നിങ്ങൾ ബൈഹാർട്ട്, ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയി വായിച്ച് നിങ്ങളത് ഈ ഒരു ഫീച്ചേഴ്സ് ബൈഹാർട്ട് ചെയ്യണം. ദെൻ കോബ്രന്റ് നോക്കിയേ. Skillful and experienced fighter. Then he could move swiftly and strike with the speed of light. Sacks behind the long, sharp fangs were full of deadly venom. എന്താ പറയുന്നത്? സ്കിൽഫുൾ ആണ്, എക്സ്പീരിയൻസ് ആണ്, അതാണ് പ്രകാശ വേഗത്തിൽ കൊത്താനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ബാക്ക്, അതായത് എന്താണ് വിഷസഞ്ചി, അതിന് നിറയെ വിഷമാണ്, വേനം അല്ലെ. സ്കിൽഫുൾ ആണ്, എക്സ്പീരിയൻസ് ആണ്, അതുപോലെ തന്നെ പ്രകാശ വേഗത്തിൽ കൊത്താനുള്ള കഴിവുണ്ട്, അതിന് നിറയെ വിഷമാണ്, വേനം. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയും വരെ കാര്യം ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗം നോക്കാം. 3 പോയിന്റ്സ്. അപ്പൊ ടോട്ടൽ എന്താണ് 6 പോയിന്റ്സ് ആയേ എന്ന് നോക്കിയേ. ഇനി നമുക്ക് അവരെ പ്രിപ്പറേഷൻ എങ്ങനെയാന്ന് നോക്കാം. എങ്ങനെയാണ് അവർ ഫൈറ്റിലേക്കുള്ള പ്രിപ്പറേഷൻ നോക്കാം. ഓക്കെ, ടെക്സ്റ്റിലുണ്ട്. അത് നിങ്ങൾ കുറച്ച് പോയിന്റ്സ് തന്നെ, ടെക്സ്റ്റിലുള്ളത് ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞത്. ടെക്സ്റ്റിൽ വേണ്ട പോയിന്റ്സ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തായാലും ഇത് നിങ്ങൾ ഷോർട്ട് ആക്കാൻ പാടില്ല. നമുക്ക് എത്ര നിങ്ങൾ ഈ ഒരു നെറേഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഡയറി വന്നാലും ലെറ്റർ വന്നാലും ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ഒരു ഷോർട്ട് വഴി നോക്കാൻ പാടില്ല. ഓക്കെ, പ്രിപ്പറേഷൻ നോക്കിയാൽ hissing defiance, the cobra raised the 3 of his 6 feet off the ground and spread his broad. The mongoose bushed his tail and his long hair on his spine stood up. എന്താ പറയുന്ന നോക്കിയേ? സിംഗ് ഡിഫിയൻസ് ആക്കിയിട്ട് അത് പാമ്പ് ആ ശബ്ദത്തിൽ അതിന്റെ പത്തി വിടർത്തി 6 അടിയുള്ള പാമ്പ് 3 അടി, ഇതിന്റെ 6 അടി ഉയരത്തിന് 6 അടി ഇഞ്ചിന്ന് 3 അടി ഉയരത്തിലേക്ക് ആക്കിയിട്ട് അത് ആ ഒരു സൗണ്ട്, ഹിസ്സിങ് സൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ നിന്നു. അത് ആ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് പോലെ ഇങ്ങനെ പത്തി വിടർത്തി നിന്നു. അതുപോലെ തന്നെ മംഗൂസ് എന്താ ചെയ്തേ? മംഗൂസിന്റെ വാലാട്ടി, അതുപോലെ തന്നെ അതിന്റെ ലോങ് ഹെയർ ഇങ്ങനെ വിടർത്തി പിടിച്ചു. കാരണം ലോങ് ഹെയർ എന്നാൽ കൂടുതൽ എന്താണ് വിടർത്തി നിൽക്കുമ്പോ, ലോങ് ഹെയർ കുറച്ചുകൂടെ വിടർത്തി നിൽക്കുമ്പോ എന്തുണ്ട്, ആ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ ആ ലോങ് ഹെയർ വിടർത്തി പിടിച്ച് നിൽക്കുമ്പോ ശത്രുക്കളെ, എതിരാളികളെ എന്താണ് റെസിസ്റ്റന്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ വേണ്ടി കിരീട ലോങ് ഹെയർ ആണ് സഹായിക്കുക. അപ്പൊ അതിന്റെ ലോങ് ഹെയർ എല്ലാം ഏകദേശം ഒന്ന് ഉഷാറാക്കി ഒരു എന്താണ് ലോങ് ഹെയർ ഇങ്ങനെ വിരിച്ചു നിന്നു. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ. ഫൈറ്റിലേക്കുള്ള ഫൈറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ രണ്ടാളും തയ്യാറെടുത്തു. ഇത് ഓക്കെ അല്ല? ഇത് ബൈ ഹാർട്ട്, ഇതും നമ്മൾ വായിച്ച് പഠിക്കാം. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ്, ബിഗിനിങ് ഓഫ് ദ ഫൈറ്റ്. എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്, ബിഗിനിങ് നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ നമ്മൾ പ്രിപ്പറേഷൻ 2 പോയിന്റേ ഉള്ളൂ. ദെൻ സ്റ്റാർട്ടിങ് എങ്ങനെ നോക്കിയാ? The cobra stood on the defensive, soaring slowly from side to side, trying to mesmerize mongoose into making a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. എന്താ പറഞ്ഞത്? എന്താണ് നമ്മൾ ആ ടെക്സ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ പാമ്പ് എന്താണ് അതിന്റെ ആ ഒരു കണ്ണുകൾ, അതിന്റെ ഒരു ഫാൾസ് മൂവ് നടത്തി. കാരണം എന്താ? അതിന്റെ കണ്ണുകള് മറ്റുള്ളവർ അതിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാലേ മറ്റുള്ളവരെ വശീകരിക്കുന്ന തരത്തിലുള്ള ആ ഒരു പവർ ആർക്കുണ്ട്? സ്നേക്കിനുണ്ട് പറഞ്ഞു. അതുകൊണ്ട് അത്
ഫാൾസ് മൂവ്മെന്റ് നടത്തി, ആ കണ്ണിനെ കൊണ്ടുള്ള ഒരു ഫാൾസ് മൂവ്മെന്റ്, ഒരു ചലനൊക്കെ എന്താണ് കീരിയെ ഇതാക്കാൻ വേണ്ടി, കീരിയെ കൂടുതൽ വശത്താക്കാൻ വേണ്ടി കൂടുതലായിട്ട് ട്രൈ ചെയ്ത് നിന്നു. പക്ഷെ കീരിക്ക് എന്താ അറിയാമായിരുന്നു, അവളുടെ കീരിക്ക് എന്താ അറിയാമായിരുന്നു, ആ കോബ്രയുടെ വശീകരണ ശക്തിയുള്ള ആ കണ്ണുകളെ കുറിച്ച് ആർക്കറിയാം, കീരിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കീരി ആ ഒരു കണ്ണിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. Then okay, instead he fixed his gaze at a point just below the cobra's hood and the attack. എന്താ കീരി ചെയ്തേ, അതിന്റെ കണ്ണുകളിൽ നോക്കാതെ പത്തിക്ക് താഴെയായിട്ട് നോക്കാൻ തുടങ്ങി. ഇത് ഓപ്പൺ ദ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, ഫൈറ്റ് സീൻ ആരംഭിക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ ഈ രണ്ട് ഓക്കെ, ആ ബിഗിനിങ് ഫൈറ്റ് സീനിന് മുന്നുള്ള ആ ഒരു ബിഗിനിങ് ഫൈറ്റ് സീനിന്റെ തുടക്കം നമ്മളൊന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, ഫൈറ്റ് സീൻ ആണ് പറയുന്നത്. Mongoose made a wrong move towards the cobra. Immediately the cobra struck. At the time the boy thought nothing could save the mongoose, but the mongoose jumped neatly to one side and darted in swiftly as the cobra. But the cobra's back and darted away. എന്താ പറയുന്നത്, മംഗൂസിന്റെ റോങ് മൂവ് നടത്തി. കാരണം എന്താണ്, പാമ്പിനെ തെറ്റിദ്ധരിപ്പിക്കാനായ രീതിയിൽ ഒരു ഫാൾസ് മൂവ്മെന്റ് നടത്തി. അപ്പോഴേക്കന്നെ ആരെന്ത് ചെയ്തു, മംഗൂസ് അപ്പോഴേക്കന്നെ കോബ്ര മംഗൂസിനെ ആഞ്ഞു കൊത്തി. പക്ഷെ ആ ആഞ്ഞു കൊത്തുന്ന ടൈം തന്നെ ആരെന്ത് ചെയ്തു, നമ്മുടെ മംഗൂസ് സൈഡിലേക്ക് തെന്നി മാറി അല്ലെ, സൈഡിലേക്ക് തെന്നി മാറി. ആ ഒരു ചീറിപ്പായുന്ന ആ ഒരു കൊത്ത് കണ്ടപ്പോ നമ്മളെ ബോയ് എന്ത് വെച്ചു, ഇനി മംഗൂസിനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി. അയ്യോ ഇത്രയും ശക്തിയായി കൊത്തിയാൽ തന്നെ. അപ്പോഴേക്കന്നെ മംഗൂസ് എന്താണ് ആ ഒരു ഫാൾസ് മൂവ് നടത്തിയിട്ട് സൈഡിലേക്ക് മാറിയെങ്കിലും ആ ഒരു കൊത്ത് കണ്ടപ്പോ തന്നെ ബോയ് എന്ത് വിചാരിച്ചു, ഇനി മംഗൂസിനെ ഒന്നിനും കൊള്ളൂല, ഇനി ഒന്നിനും കൊള്ളൂല എന്ന് വിചാരിച്ചു. മംഗൂസ് എന്ത് ചെയ്തു, തിരിഞ്ഞ് അങ്ങോട്ട് പോയതിനു ശേഷം, അതായത് ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം, ഒരു ഫാൾസ് മൂവ് നടത്തി വന്നതിന് ശേഷം വീണ്ടും ശക്തിയോടെ ആരെ തിരിച്ചു കൊത്തി, ആരെ ബാക്കില്, നമ്മുടെ കോബ്രാന്റെ ബാക്കില് ആഞ്ഞൊന്ന് കൊത്തി. തിരിഞ്ഞു വന്ന് ആഞ്ഞൊന്ന് കോബ്രാന്റെ ബാക്കിൽ കൊത്തി. Okay, the moment the cobra struck, the myna and crow hurled themselves at him, but they collided in the mid-air and returned to the carcass plant. ഈ ഒരു ടൈം എന്താണ് നമ്മൾ പറഞ്ഞല്ലേ, ആ രണ്ട് സ്പെക്ടാറ്റേഴ്സ് തമ്മിൽ കൂട്ടിയെടുത്തി വീണ്ടും അവര് കള്ളിമുൾ ചെടിയിലടുത്തേക്ക് പാറിപ്പോയി. ഓക്കെ, ആ ഒരു സീൻ ഓർമ്മയില്ലേ? ഇനി നോക്കണ്ടേ, ഇനി നമ്മൾ പറയേണ്ടത് ഫസ്റ്റ് ഇവര് തമ്മിൽ ഉരസി കാർക്കസിലേക്ക് മൈനയും എന്താണ് നമ്മുടെ ജംഗിൾ ക്രോയും എന്താണ് തിരിച്ചു പോയി. ഇനി അവർ 2 പ്രാവശ്യം കൂടെ ഇങ്ങനെ ഒരു കൂട്ടിമുട്ടൽ ഉണ്ട്. അതിൽ 3ാമത്തെ പ്രാവശ്യം ഒരു ഡ്രാമാറ്റിക് സീനിൽ എന്താണ് ആരെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞു, ജംഗിൾ ക്രോന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് നോക്കാം. അതുകൊണ്ട് നമുക്ക് റൗണ്ട് 2 എങ്ങനെയാ നോക്കാം. A few drops of blood glistened on the cobra's back. The cobra again struck and missed. The mongoose jumped in and bit. എന്താണ്, കോബ്രന്റെ പുറത്ത് കുറച്ച് രക്തത്തുള്ളികൾ, അത് ബ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ കോബ്ര വീണ്ടും കൊത്താൻ നോക്കി, പിന്നെയും എന്താണ് മിസ്സായി. ആ ഒരു ടൈം മംഗൂസ് വീണ്ടും ആഞ്ഞു കൊത്തി. ആൻഡ് ദെൻ തേർഡ് സീൻ എന്ന് സംഭവിക്കുന്നൊക്കെ ആ ഒരു തേർഡ് സീൻ എന്ന് നോക്കിയേ. ഇൻ ദ തേർഡ് പാർട്ട് വിറ്റ്നസ്ഡ് എ ഡ്രാമാറ്റിക് സീൻ. ഇൻ ദ തേർഡ് റൗണ്ട് എ ഡ്രാമാറ്റിക് ഡിഫറൻസസ് ഹാപ്പൻ. Crow was whipped by the cobra's snout and lost its life. എന്താ പറയുന്നത്, ആ രണ്ടാമത്തെ പ്രാവശ്യം അവര് തമ്മിൽ കൂട്ടിയിടിച്ചു, രക്ഷപ്പെട്ടു. ബട്ട് 3ാമത്തെ പ്രാവശ്യം എന്താണ്, ഒരു നാടകീയ രംഗം നടന്നു. എന്താ സംഭവിച്ചേ, ആ ഒരു ജംഗിൾ ക്രോൺ അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. എങ്ങനെ, കോബ്രാന്റെ കടിമൂലം, അത് കോബ്ര വിപ്പ് ചെയ്ത് കടിച്ചു. കോബ്രാന്റെ കടിമൂലം അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞല്ലേ, Crow was whipped by the cobra's snout and lost its life. 3ാമത്തെ പ്രാവശ്യം അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനി നോക്കിയേ, അത്രയാണ് ഫൈറ്റ് സീൻ. ഇനി നമുക്ക് ലാസ്റ്റ് എൻഡിങ് നോക്കാം. എന്താ, കോബ്ര വാസ് വീക്കനിങ് അല്ലെ, ഒരുപാട് കോബ്രക്ക് കടിയേറ്റു. കോബ്ര വാസ് വീക്കനിങ്, ടയേർഡായി. കോബ്ര and coiled around the mongoose, but the mongoose gripped tightly. എന്താണ്, കോബ്ര എന്ത് ചെയ്തു, വളരെയധികം ടയേർഡായി, വീക്കെൻഡായി, കഴിയാണ്ടായി. വീണ്ടും ആ സമയത്ത് എന്ത് ചെയ്തു, പിന്നെ കോബ്ര writhed and coiled around the mongoose, but mongoose gripped tightly. എന്താണ്, ഈ കോബ്ര വീണ്ടും ശക്തിയോടെ പറ്റുന്നത്ര വീണ്ടും എന്ത് ചെയ്തു, മംഗൂസിനെ ചുറ്റി പിടിച്ച്
എന്താണ് വീണ്ടും എന്താണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, പരമാവധി ശക്തി എടുത്തു അത് ചുറ്റി വളയാൻ നോക്കി. പക്ഷെ മംഗൂസ് എന്ത് ചെയ്തു, അതിനെ വീണ്ടും ടൈറ്റ് ആക്കി വീണ്ടും അതിനെ എന്താണ് വീണ്ടും പ്രതിരോധിച്ചു. At the time, Cobra lost its life. The myna flew away with the shrill of congratulation. എന്താ സമയത്ത് എന്താ സംഭവിച്ചേ, കോബ്ര വീണ്ടും എന്താണ് അതിങ്ങനെ വരിഞ്ഞു മുറുക്കി ടൈറ്റ് ആക്കി എന്താണ് വീണ്ടും ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ എന്താ സാധിച്ചില്ല, പറ്റിയില്ല. മംഗൂസ് അതിനെ പിടിച്ചു മുറുക്കി അതിനെ കൊന്നു. അതിന്റെ കോബ്രക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളെ മൈന എന്താ ചെയ്തേ, അപ്പൊ നമ്മളെ മൈനെ കണ്ടിരിക്കുന്ന ഒരാളുണ്ടല്ലേ, മൈന എന്താ ചെയ്തേ, മൈന ഫ്ലൂ അവേ വിത്ത് ദ ഷ്രിൽ ഓഫ് കൺഗ്രാജുലേഷൻ. ഒരു വിജയാശംസകളും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പാറിപ്പോയി. ഇത്രയാണ് നറേഷൻ. ഓക്കെ, ഇത് നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് നറേഷൻ ഉണ്ട്. പക്ഷെ ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് പഠിക്കുമ്പോഴേക്കും നമുക്ക് കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഷോർട്ടാക്കി വളരെ ഷോർട്ടാക്കിയിട്ട് ടെക്സ്റ്റിലെ കുറച്ച് ഒഴിച്ചുകൂടാത്ത ഭാഗം നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഈ ഒരു നറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്ന് വെച്ചാല്, ഇപ്പം ഒരു ബോയിന്റെ ഡയറി വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ലെറ്റർ വന്നാലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു ഡയറിയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ഡയറിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ ഞാൻ പറയാം. എന്താണ് ഒരു ബോയിന്റെ ഒരു ഡയറി ആണെങ്കിൽ, അന്നത്തെ ദിവസത്തെ ബോയിന്റെ ഡയറി ആണെങ്കിൽ എന്തായാലും ആ ഒരു ഫൈറ്റ് സീൻ എന്തായാലും ബോയ് ആ ഡയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യില്ലേ. അപ്പൊ ഈ ഒരു നറേഷൻ പഠിച്ച് നമുക്ക് ഡയറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ വേറൊരു എക്സാമ്പിൾ പറയാം, ബോയ് അവന്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ തന്നെ ആ ലെറ്ററിൽ ഈ ഒരു നറേഷൻ സീൻ എന്തായാലും വേണ്ടേ. അപ്പൊ ഈ ഒരു നറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെറ്ററിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ നറേഷൻ നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം. അതിലൊരു മസ്റ്റ് ആയിട്ടും പഠിക്കണം. അതൊരു കോംപ്രമൈസും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ നറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾക്ക് നറേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്